ഹായ് ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഏറ്റവും അധികം ഷോർട്ട് ഫിലിംസിന് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് വരുന്ന ഒരു ലാംഗ്വേജാണ് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാളത്തിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഷോർട്ട് ഫിലിമാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. നമ്മളിപ്പം പല ഷോർട്ട് ഫിലിംസും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിംസിൽ കുറച്ച് കണ്ടൻറ്റുകളുണ്ടല്ലോ, ആ കണ്ടൻറ്റുകളെ ബേസ് ചെയ്തായിരിക്കും ഇപ്പം ഡ്രഗ്സ് ആണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒട്ടുമിക്കവാറും ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിംസിന് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മികച്ചതാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അനിറ്റ ജോഷി എന്ന് പറയുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഡയറക്ഷനാണ്. പിന്നെ സൂപ്പർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ സീൻസും, അതായത് ഏതൊരു ഷോർട്ട് ഫിലിമിനും ഒരു ലൈൻ ഉണ്ട്, ഒരു വേവ് ഉണ്ടാവും. ഏതൊരു ഷോർട്ട് ഫിലിമിനും, ഒരു പടമാണെങ്കിലും ഒരു പുതിയൊരു മൂവി വന്നാലും പുതിയൊരു ഷോർട്ട് ഫിലിം വന്നാലും എല്ലാ ഷോർട്ട് ഫിലിംസിനും ഒരു വേവ് ഉണ്ടാവും. ആ വേവിൽ നിന്ന് കുറച്ചൊന്ന് താഴോട്ട് പോയാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ജസ്റ്റ് സ്കിപ്പ് അടിച്ചു പോകും. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ഒരിക്കലും സ്കിപ്പ് അടിച്ച് കാണാൻ ഒരു സാധ്യതയില്ല. കാര്യം കണ്ടിന്യൂസ് ഇങ്ങനെ നല്ല നല്ല സീൻസ് വരുന്നുണ്ട്. നല്ല നല്ല ഇൻട്രാക്ഷൻസ് കഥാപാത്രങ്ങൾ തമ്മിൽ വരുന്നുണ്ട്. പിന്നെ കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ ഒട്ടുമിക്കവാറും എല്ലാ ഇതിൽ കൊടുത്തിരിക്കുന്ന, ഇപ്പം നമ്മുടെ മെയിൻ കഥാപാത്രമാണെങ്കിലും അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എടുത്ത് പറയാനുള്ള രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിനകത്ത് നമ്മുടെ കഥാപാത്രത്തിൻ്റെ നമ്മുടെ നായകൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. ആ ഒരു ആളും പിന്നെ നമ്മുടെ കൊറിയർ കൊറിയർ ഓഫീസറായിട്ട് നിൽക്കുന്ന ഒരാളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം പെർഫോമൻസ് അല്ല, അവരൊരു പ്രൊഫഷണൽ ആക്ടേഴ്സാണ്. അത് അവരുടെ ആ ഒരു ആക്ടിങ്, പ്രത്യേകിച്ച് അമ്മയുടെ ആ ഒരു അമ്മ കഥാപാത്രത്തിൻ്റെ ആ ഒരു ആക്ടിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഒരു അഭിനയിക്കുകയാണെന്ന് തോന്നുന്ന രീതിക്ക് ഒട്ടുമിക്കവാറും ഷോർട്ട് ഫിലിംസ് നമ്മൾ കാണുന്ന ഒരു നെഗറ്റീവാണത്. നമുക്ക് പലപ്പോഴും തോന്നും ഇവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നു എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു സിനിമാറ്റിക് വേവിലാണ് ഇത് പോകുന്നത്. ആ ഒരു വേവിനെ ഒട്ടും കുറയ്ക്കുന്നില്ല. ഇതിനകത്തൊരു സീനുണ്ട്. ഇതിനകത്ത് നമ്മുടെ ചേട്ടൻ കഥാപാത്രം അനിയനോട് നമ്മുടെ സങ്കടങ്ങൾ പറയും. അതായത് ചേട്ടൻ്റെ മനസ്സിലുള്ള സങ്കടം പറയും. അപ്പോൾ അനിയൻ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം ഇത് കൈവിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിനെ ഇങ്ങനെ തട്ടി മേളിലേക്ക് വിടും. അതായത് ആ ഒരു സീനിനെ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വേവിനെ അവിടെ പോലും ഡള്ളാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ DOP ആണ്. ഇതിനകത്ത് 2-3 സീൻസ് വരുന്നുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ലോങ് ആംഗിൾ ഷോട്ട്സ് വരുന്നുണ്ട്, വെർട്ടിക്കൽ ലോങ് ആംഗിൾ ഷോട്ട്സും വരുന്നുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്നത് പറയുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു സിനിമാറ്റിക് ഒരു വേവിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിനെ മാറ്റിക്കളയാത്ത രീതിയിലുള്ള ക്യാമറ വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ DOP എന്ന് പറഞ്ഞാൽ അരുൺ മധു എന്ന് പറഞ്ഞ ആളാണ് ഇതിൽ DOP ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ DOP ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ഏതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഏതൊരു പടമാണെങ്കിലും എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീലക്ഷ്മി ബിജു എന്ന് പറഞ്ഞ ഒരാളാണ്. എഡിറ്റിംഗ് നന്നായിട്ട് തന്നെ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ഷോർട്ട് ഫിലിമും നമുക്ക് കത്തിക്കയറാം, അല്ലെങ്കിൽ ഏതൊരു ഷോർട്ട് ഫിലിമും കൊണ്ട് നമുക്ക് വരാം എന്ന് തെളിയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. നല്ല സ്ക്രിപ്റ്റ് വർക്കാണ്, നല്ല കഥയാണ്, ഒരു ഫ്രഷ് തോട്ടാണ്. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള ഷോർട്ട് ഫിലിംസ് കാണുന്ന പോലല്ല, ഒരു ഫ്രഷ് തോട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തുപോലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇപ്പം ഞാൻ ഗന്ധർവ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, എന്തുപോലെ ഇഷ്ടപ്പെടും. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. ഇതിനകത്ത് 2 പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കമ്മിങ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തുപോലെ ഒരു പാർട്ട് കാണും, സെക്കൻഡ് പാർട്ട് കൂടെ കാണും. ഇത് എൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്കൊരു പാർട്ട് 2 കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുപോയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് വഴി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർത്തായിരിക്കും. മറ്റൊരു കണ്ടൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.